ഹലോ ഫ്രണ്ട്സ്, ഓണമൊക്കെ എല്ലാവരും നന്നായിട്ട് ആഘോഷിച്ചിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. കൊറോണയായിട്ട് പുറത്തൊന്നും ഇറങ്ങാൻ പറ്റിയില്ലെങ്കിലും ഉള്ളത് കൊണ്ട് ഓണം പോലെ എന്നതുപോലെ വീട്ടിൽ തന്നെ എല്ലാവരും സന്തോഷത്തിൽ ഓണം ആഘോഷിച്ചെന്ന് കരുതുന്നു. ഇന്ന് നമുക്കൊരു അച്ചാറിൻ്റെ റെസിപ്പി ട്രൈ ചെയ്ത് നോക്കാം. ഇന്ന് ഉണ്ടാക്കുന്നത് വെളുത്തുള്ളി അച്ചാറാണ്. ഇതിനുള്ള ഇൻഗ്രീഡിയൻസ് എന്തെല്ലാമെന്ന് നോക്കാം. ഗ്രാം വെളുത്തുള്ളിയാണ് ഞാൻ അച്ചാറുണ്ടാക്കാൻ എടുത്തിട്ടുള്ളത്. അത് നന്നായിട്ട് തൊലിയൊക്കെ കളഞ്ഞ് കഴുകിയിട്ട് തുടച്ച് വെച്ചതാണ്. ഇനി നമുക്ക് എങ്ങനെയാണ് അച്ചാർ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഒരു പാനിലേക്ക് ഞാൻ 3 ടേബിൾ സ്പൂൺ നല്ലെണ്ണ ഒഴിച്ചു കൊടുക്കുകയാണ്. നല്ലെണ്ണയിൽ ഉണ്ടാക്കുന്നതാണ് എപ്പോഴും ടേസ്റ്റ് ഉണ്ടാവുക. ഈ എണ്ണ ചൂടായി വരുമ്പോൾ നമുക്കിതിലേക്ക് കുറച്ച് കടുകിടാം. ഈ കടുക് പൊട്ടി വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. എന്നിട്ട് കുറച്ച് സമയം ഇതൊന്ന് വഴറ്റണം. കറിവേപ്പിലയും ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. കറിവേപ്പില കുറച്ച് സമയം വഴറ്റിയതിന് ശേഷം ഇതിലേക്ക് നമുക്ക് ഇഞ്ചി അരിഞ്ഞത് ചേർക്കാം. 3 ടേബിൾ സ്പൂൺ ഇഞ്ചിയാണ് ചേർക്കുന്നത്. ഇഞ്ചി ചേർത്തതിന് ശേഷം കുറച്ച് സമയം നന്നായിട്ട് വഴറ്റി കൊടുക്കണം. ഇതിൻ്റെ പച്ചമണമൊക്കെ മാറി ചെറിയൊരു ബ്രൗൺ കളർ ആവുന്നത് വരെ നമുക്കിതൊന്ന് വഴറ്റിയെടുക്കാം. ഇഞ്ചി നന്നായിട്ട് വഴറ്റിയതിന് ശേഷം നമുക്കിതിലേക്ക് വെളുത്തുള്ളി ചേർക്കാം. വെളുത്തുള്ളി കട്ട് ചെയ്താതെ ഫുള്ളായിട്ട് തന്നെയാണ് ചേർക്കുന്നത്. ഇതും നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കണം. ചെറിയൊരു ബ്രൗൺ കളർ ആവുന്നത് വരെ വെളുത്തുള്ളിയും വഴറ്റിയെടുക്കണം. ഇതിലേക്ക് നമുക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് പച്ചമുളക് ചേർക്കാം. ഞാനിവിടെ 3 പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞതാണ് ചേർക്കുന്നത്. നിങ്ങൾക്ക് പച്ചമുളക് കൂടുതൽ വേണമെങ്കിൽ അങ്ങനെ ചേർത്താൽ മതി. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. വെളുത്തുള്ളി ഇഞ്ചിയൊക്കെ നന്നായിട്ട് വഴറ്റിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. ആദ്യം നമുക്ക് 1/2 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കാം. പിന്നെ ചേർക്കുന്നത് മുളക് പൊടിയാണ്. ഞാനിവിടെ കാശ്മീരി ചില്ലി പൗഡറാണ് എടുത്തിട്ടുള്ളത്. 3 ടേബിൾ സ്പൂൺ എടുത്തിട്ടുണ്ട്. ഇത് ചേർക്കുമ്പോൾ എപ്പോഴും ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം ചേർക്കാൻ വേണ്ടിയിട്ട്. എന്നിട്ട് നമുക്കിതൊന്ന് വഴറ്റി കൊടുക്കാം. ഇനി ഇതിലേക്ക് 1/2 ടേബിൾ സ്പൂൺ ഉലുവ പൊടിച്ചത്, പിന്നെ 1/2 ടേബിൾ സ്പൂൺ കായം പൊടിയും ചേർക്കാം. എന്നിട്ടിത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഈ ഉലുവ പൊടിച്ചതും കായം പൊടിച്ചതും ഒക്കെ ചേർത്താൽ നല്ലൊരു മണം കിട്ടും അച്ചാറിന്. നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് നമുക്ക് വഴറ്റിയെടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് വിനീഗർ ചേർത്ത് കൊടുക്കണം. 3 ടേബിൾ സ്പൂൺ വിനീഗറാണ് ചേർക്കുന്നത്. എന്നിട്ട് കുറച്ച് സമയം ഒരു 5 മിനിറ്റ് ഇതൊന്ന് തിളപ്പിച്ചെടുക്കണം. ഈ സമയത്ത് ഉപ്പൊക്കെ ചെക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ഉപ്പ് ചേർത്ത് കൊടുക്കാം. അച്ചാർ കുറച്ച് തിളച്ച് വരുന്നത് വരെ ഒന്ന് വേവിച്ചെടുക്കണം. ഇപ്പോൾ ഇത് തിളച്ച് വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ ഇത് ലൂസായിട്ട് കാണുന്നുണ്ടെങ്കിലും ഇത് കുറച്ച് തണുത്ത് കഴിയുമ്പോൾ കട്ടിയായിക്കോളും. അച്ചാർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിനി സ്റ്റൗ ഓഫ് ചെയ്തിട്ട് ഇത് തണുക്കാൻ വെക്കണം. തണുത്തതിന് ശേഷം മാത്രമേ ഇത് പാത്രത്തിൽ നിന്ന് മാറ്റാൻ പാടുള്ളൂ. നമ്മളിപ്പോൾ ഒരു ബോട്ടിലേക്കെല്ലാം മാറ്റുന്നുണ്ടെങ്കിൽ ആ ബോട്ടിൽ നന്നായിട്ട് ഡ്രൈ ആക്കിയതിന് ശേഷം വേണം അച്ചാർ അതിലേക്ക് ഒഴിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ ശ്രദ്ധിച്ചാൽ നമുക്ക് കൂടുതൽ കാലം ഈ അച്ചാറൊക്കെ കേടുകൂടാതെ സൂക്ഷിക്കാൻ പറ്റും.
അപ്പോൾ നിങ്ങൾക്ക് ഇന്നത്തെ റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. നിങ്ങൾ എന്തായാലും ഇത് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. പുതിയൊരു റെസിപ്പിയുമായിട്ട് വീണ്ടും കാണാം. താങ്ക്